ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അപ്പോൾ 3 പ്രാവശ്യം നിങ്ങൾ അവരുടെ പേരും അവരുടെ മുഖവും മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ ഇവിടെ ഏതൊക്കെ എനർജീസാണോ നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നത് അത് മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. അപ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് അതേ കറണ്ട് എനർജി നോക്കിയതിന് ശേഷം മെസ്സേജ് നോക്കാം. ഇവിടെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനാണ്. ഇപ്പോൾ നിങ്ങൾ അതർ സിറ്റുവേഷനിലാണ്, അവരും അതർ സിറ്റുവേഷനിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എനർജി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ സെപ്പറേഷനാണ് എന്ന്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനിലായിരിക്കാം, ഇല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നും തന്നെ സംസാരിക്കുന്നുണ്ടാവത്തില്ലായിരിക്കാം. നിങ്ങളും ഇപ്പോൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാകും, അവരും ഇതേപോലെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാകും. ഇവിടെ ഇതും കാണാൻ സാധിക്കുന്നതാണ്, അതായത് നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ എന്തൊക്കെയാണോ സംഭവിച്ചത് അത് സഡനായിട്ടാണ് സംഭവിച്ചത് എന്ന്. ചില ആൾക്കാർക്ക് റീസൺ പോലും അറിയില്ലായിരിക്കാം. അതായത് എന്തുകൊണ്ടാണ് എൻ്റെ പേഴ്സൺ പെട്ടെന്ന് എന്നെ ബ്ലോക്ക് സിറ്റുവേഷനിലാക്കിയത്, അല്ലെങ്കിൽ ഞാനുമായിട്ട് ഇത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് പോലും അറിയില്ലായിരിക്കാം. പക്ഷേ കറണ്ട് സിറ്റുവേഷനിൽ ഈ ഒരു കാര്യവും കാണാൻ സാധിക്കുന്നുണ്ട്, അതായത് നിങ്ങളുടെ പേഴ്സൺ റെഡി ഇരിക്കുന്നത് ഒരു പ്രോപ്പർ ആക്ഷൻ എടുക്കുവാൻ വേണ്ടി, നിങ്ങൾക്ക് നേരെ എന്തെങ്കിലും സ്റ്റാൻഡ് എടുക്കാനുള്ള വൈബ്രേഷൻ കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ജസ്റ്റിസ് തരുവാനുള്ള ആ ഒരു വൈബ്രേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ സിറ്റുവേഷൻ സ്റ്റക്കായിട്ടാണ് ഉള്ളത് എങ്കിൽ ഇവിടെ മൂവ്മെൻ്റ് ആണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ ഐസൊലേഷനിലാണ് എങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. മെസ്സേജിൻ്റെ കാര്യം പറയുകയാണ് എങ്കിൽ കുറേ ആൾക്കാരുടെ യൂണിയൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ ഒരു കാര്യത്തിനും ഒരു അനക്കവുമില്ല, സ്റ്റക്കായിട്ടിരിക്കുകയാണ് എങ്കിൽ ഇവിടെ ഒരു മൂവ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതാണ്, യൂണിയൻ ഉണ്ടാകുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കംപ്ലീഷൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു ഗിഫ്റ്റ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നു. ഇതുകൂടാതെ ഇവർക്ക് ഈ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു, അതായത് ആൾക്കാർ എന്ത് പറയും, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്താൽ, അല്ല എങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അതെല്ലാം ഇനി ഇവർ മാറ്റുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാൻ വേണ്ടി ഇനി ആരെയും ഇവർ നോക്കത്തില്ല. ഇപ്പോൾ ഇവർ സൊസൈറ്റിയെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഇവർ ഒരേ ഒരു ആഗ്രഹം മാത്രമാണ് കൊണ്ടുപോകുന്നത്, നിങ്ങളുമായിട്ട് ഒന്നാവണം, അത് മാത്രം. അതായത് പഴയതുപോലെ നിങ്ങൾ എങ്ങനെയാണോ ഒന്നായിരുന്നത് അതേപോലെ ആവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ എന്തൊക്കെ എനർജീസ് ആണോ നിങ്ങളോടുള്ളത്, അതായത് ക്ലിയർ ഹാർട്ടായിട്ട് നിങ്ങളോടെല്ലാം എക്സ്പ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഇവരുടെ വിഷനും ക്ലിയർ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവർക്കറിയാം എന്ത് പോസിറ്റീവായിട്ടുള്ള ആക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കേണ്ടത് എന്ന്. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ നിങ്ങൾക്ക് എന്തോ ഗിഫ്റ്റ് തരുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുമായിട്ടൊരു ഡേറ്റിങ്ങിന് പോവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ വൈബ്സ് വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് എന്തൊക്കെ ടൈമാണ് ഇവർ സ്പെൻഡ് ചെയ്തത് അതെല്ലാം ഇപ്പോൾ റീകോൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെ നല്ല ഒരു എനർജിയിലാണ് സംസാരിക്കുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദേഷ്യത്തിൻ്റെ ഒരു വൈബ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണ് ഉള്ളത് എന്ന് നോക്കാം നമുക്ക്. അതായത് അങ്ങനെ എന്താണ് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത്, അത് നിങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള എന്ത് കാര്യമാണ് എന്ന് നോക്കാം. ഇവിടെ വൈബ്സ് വരുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സോൾ മിഷൻസിൽ ആണ് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എന്നാണ്. ഫസ്റ്റ് മെസ്സേജ് ഇവർ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയിലാണ് ഉള്ളത്. ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇവരോട് പറയുന്നുണ്ട് എന്താണ് ഇവർ അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്ന്. ഇവർ നിങ്ങളുമായിട്ട് ടെലിപ്പതിക്കലി കണക്റ്റീവ് ആവാൻ നോക്കുന്നുണ്ട്, ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുമായിട്ട് എങ്ങനെയെങ്കിലും കണക്റ്റ് ആവാൻ ഇവർ നോക്കുന്നുണ്ട്. ഡിവൈൻ ബ്ലെസ്സിങ് ഇവരുടെ കൂടെ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് എന്തോ ഒരു 6th സെൻസ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മുന്നേ തന്നെ ഇവർക്ക് പല കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുന്നു.
നിങ്ങളിപ്പോൾ സാഡ് എനർജിയിലാണ് ഉള്ളത് എങ്കിൽ അവർക്ക് മനസ്സിലാകുന്നു. നിങ്ങൾ അവരെ മിസ് ചെയ്യുന്ന എനർജിയിലാണ് ഉള്ളത് എങ്കിൽ അതും അവർക്ക് മനസ്സിലാകുന്നു. നിങ്ങൾ ഹാപ്പി എനർജിയിലാണ് ഉള്ളത് എങ്കിൽ അതും അവർക്ക് മനസ്സിലാകുന്നു. ചില ആൾക്കാർ ഇവിടെ ഇവരുടെ ലൈഫിൽ ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുവാൻ ശ്രമിക്കുന്നു. ടൈം ടു ടൈം ഇവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, മാനിപ്പുലേറ്റിംഗ് ചെയ്യുവാൻ ശ്രമിക്കുന്നു നിങ്ങൾക്കെതിരെയായിട്ട്. ഇത് കാരണം നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂഷനിലാകുന്നു. അതായത് സിമ്പിളായിട്ട് ഇവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഇവർക്ക് ഇങ്ങനെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുമ്പോൾ ഇവർ കൺഫ്യൂഷനിലാകുന്നു. ഞാൻ എന്ത് ചെയ്യണം, അവർ പറയുന്ന കേൾക്കണമോ ഇവർ പറയുന്ന കേൾക്കണമോ എന്നുള്ള അവസ്ഥയിലാകുന്നു. ഇവിടെ ഇവർക്ക് കറക്കി തിരിച്ചൊന്നും സംസാരിക്കുവാൻ അറിയത്തില്ല. ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ ഇവരുടെ സ്വന്തക്കാർ തന്നെയാണ് ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നത്, അതായത് നിങ്ങൾക്കെതിരെയായിട്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ പുറത്തു വരുന്നതാണ്. ഇവർക്ക് ഉറപ്പായിട്ടും ഒരു ശരിയായ വഴി കിട്ടുന്നതാണ്, ശരിയായ ഒരു ഗൈഡൻസും കിട്ടുന്നതാണ്. അപ്പോൾ ഇവർ ഉറപ്പായിട്ട് ഈ സിറ്റുവേഷനിൽ പുറത്തു വരുന്നതാണ്. ഇവിടെ ഏതോ ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട്. അവർ നിങ്ങളിലേക്ക് ഇവരെ ആകർഷിപ്പിക്കുവാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല, തെറ്റാണ്, നിങ്ങൾ നിങ്ങളുടെ സന്തോഷം നോക്കണം എന്നുള്ള രീതിയിൽ ഇവരോട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ആ വ്യക്തി. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ആ ഒരു സംസാരം കേട്ടിട്ട് അത് റെസൊനേറ്റായി ഒരു വലിയ ആക്ഷൻ എടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. കാരണം ഒരു ഭാഗത്ത് നിങ്ങൾക്കെതിരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്ന ആൾ, ഒരു ഭാഗത്ത് നിങ്ങൾക്കെതിരെ നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയിൽ നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂഷനാണ്. പക്ഷേ വരാൻ പോകുന്ന സമയം പോസിറ്റീവ് പറയുന്ന ആളിൻ്റെ വാക്കുകൾ കേട്ട് ഇവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് വേണ്ടി സ്നേഹമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി റെസ്പെക്റ്റ് ഉണ്ട്, നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഇവർ ടെലിപ്പതിക്കലി കണക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. പക്ഷേ ഇവരുടെ ഈ ഒരു മാനിപ്പുലേറ്റിംഗ് ആ ഒരു ആളിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമാണ് ഇവിടെ നെഗറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണോ ഇവരോട് പറയുന്നത് അതനുസരിച്ച് ആക്ഷൻ എടുക്കുന്നതാണ്. അതായത് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇവരോട് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണമെന്ന് എങ്കിൽ ഇവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ഇലൂഷനിലാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കാം ഇലൂഷൻ, അല്ലെങ്കിൽ അവരുടെ എനർജി ആയിരിക്കാം ഇലൂഷൻ. ഇവിടെ ഇലൂഷൻ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ചില ആൾക്കാരുടെ പേഴ്സൺ ഇങ്ങനെയായിരിക്കാം, ഭയങ്കരമായിട്ട് ഇലൂഷനായിട്ടുള്ള ആ ഒരു ലോകത്തായിരിക്കും അവർക്ക് താമസിക്കുന്നത്. അവർക്ക് തന്നെ അറിയത്തില്ല എന്ത് ആക്ഷൻ എടുക്കണം, എന്ത് തീരുമാനം എൻ്റെ പേഴ്സണിന് വേണ്ടി ഞാൻ എടുക്കണം എന്നൊന്നും അവർക്ക് അറിയത്തില്ല. അവർ അവരുടെ തന്നെ ലോകത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് പറയുന്നതാണ്, അതായത് നിങ്ങളുടെ കണ്ണിൽ നിന്ന് ആ ഒരു തുണി എടുത്ത് മാറ്റൂ, കണ്ണ് തുറന്ന് നോക്കൂ, ഇലൂഷനിൽ നിന്ന് പുറത്തു വരൂ എന്ന്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ടായിരിക്കാം, ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞതായിരിക്കും. ഇത് വൈസ് വേഴ്സ എടുക്കണം ഈ ഒരു എനർജി. ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഇലൂഷനിലുള്ളത്, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും. അപ്പോൾ നിങ്ങളാണോ അവരാണോ നിങ്ങളോട് പറഞ്ഞതാണോ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അതായത് നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് നോക്കുക, യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണാണോ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളാണോ അവരോട് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഈ ഒരു എനർജി കേൾക്കുമ്പോൾ മനസ്സിലാകുമല്ലോ. അപ്പോൾ ഒന്ന് ആ ഒരു മെസ്സേജാണ്. രണ്ടാമത്തെ മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനുമുള്ള ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ പേഴ്സണും ഏതെങ്കിലും രീതിയിൽ ഗൈഡൻസ് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ഏഞ്ചൽസിൻ്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് ഗൈഡൻസ് കിട്ടുന്നുണ്ടാകാം, ഇല്ല എങ്കിൽ ഇവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും ഗുരു ഉണ്ടായിരിക്കാം, അവരുടെ ഭാഗത്തുനിന്ന് ഗൈഡൻസ് കിട്ടുന്നുണ്ടായിരിക്കാം. ഈ ഒരു ഗൈഡൻസ് കിട്ടിയതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അവർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ സ്ട്രോങ്ങറും ബാലൻസും ആയിട്ടുള്ള ഒരു പേഴ്സണാണ് എന്നാണ്. കൂടാതെ ഡിവൈൻ ടൈം വന്നു കഴിഞ്ഞു, നമ്മൾ തമ്മിൽ ഒന്നാവാനുള്ളത് എന്നിവർക്ക് തോന്നുകയാണ്. അതുകൊണ്ടാണ് ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വൈബ്സ് ഇവിടെ വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എനർജി വളരെ പെട്ടെന്ന് റെസൊനേറ്റ് ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.